കൊച്ചി പള്ളുരുത്തിയിൽ അനധികൃത പാടം നികത്തൽ മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ട പ്രദേശവാസികൾ അധികാരികളുടെ ഒത്താശയോടെയായിരുന്നു നിലം നികത്തൽ. ഇത് നടന്നത് നാട്ടുകാർ ഇക്കാര്യം കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നിലം നികത്തലിന് RDO ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, എന്തായാലും പാടം നികത്തലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പരാതിയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും അധികാരികളുടെ ഒത്താശയോടെയാണ് ഈ പാടം നികത്തൽ നടത്തുന്നത്. അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? വിനോദ, കോണം ദേശത്ത്, പള്ളുരുത്തിക്ക് സമീപത്തുള്ള കോണം ദേശത്ത് കൊച്ചിൻ ഡിവിഷനിലെ 18ാം ഡിവിഷനിലുള്ളതാണ്. ഈ ഭാഗത്താണ് അനധികൃതമായിട്ടുള്ള നിലം നികത്തൽ നടക്കുന്നതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നത്. ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ 3.5 ഏക്കറോളം വരുന്ന പൊക്കാളി പാടത്തിന്റെ 60 സെന്റോളം ഭൂമി നിലം നികത്തൽ മണ്ണിട്ട് നികത്തിയത്. ഈ പ്രദേശത്ത് ഇപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ചെറിയ മഴ പെയ്താൽ പോലും അവിടേക്ക് വീടുകളിലേക്ക് വെള്ളം കയറുന്നു. പെയ്ത്ത് വെള്ളം കെട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ പ്രദേശത്തെ നാട്ടുകാർ അലട്ടുന്നതായിട്ട് പ്രദേശവാസികൾ പറയുന്നു. ഈ മണ്ണിട്ട് നികത്തിയ സമയം മുതൽ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പക്ഷേ പ്രതിഷേധം കണക്കിലെടുക്കാതെ തന്നെ ഈ സ്ഥലത്തിന്റെ ഉടമകൾ ഈ പ്രദേശം മണ്ണിട്ട് നികത്തൽ തുടരുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമാക്കി താഴെത്തട്ടിലുള്ള പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം മുൻപിൽ ശ്രദ്ധ കൊണ്ടുവന്നെങ്കിലും ആവശ്യമായിട്ടുള്ള പരിഗണനകളൊന്നും നാട്ടുകാർക്ക് ലഭിച്ചില്ല എന്നാണ് ഇവർ പരാതി പറയുന്നത്. തുടർന്ന് RDOയുടെ അടുത്ത് ശ്രദ്ധ പതിപ്പിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞ് നാട്ടുകാർ പരാതി ഉന്നയിച്ചു. തുടർന്ന് RDO നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായ നികത്തൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ഈ പ്രദേശത്ത് നിലം നികത്തൽ ഇനി നടത്തരുത് എന്നുള്ള സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവർ പറയുന്നത് ചെറിയ ഒരു മഴ പെയ്താൽ പോലും വേലിയേറ്റം ഉണ്ടായാൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ നിലനികത്തലിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ വെള്ളം ഇത് നിർത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം പൊങ്ങിക്കിടക്കണേന് വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്ര ഒരു അസുഖമാണ്. എൻ്റെ വീട്ടിൽ ഉപ്പുവെള്ളം ഈ പുഴയിലെ വെള്ളമൊക്കെ കയറണേ. പ്രദേശത്ത് മുഴുവനും ഇപ്പോൾ വേലിയേറ്റം തുടങ്ങിയാൽ കംപ്ലീറ്റ് വെള്ളമാണ്. ഇവിടെ ഈ ഇതുകൂടി നികർത്തുമ്പോൾ ഒന്നുകൂടി നമ്മളുടെ പറമ്പിലേക്ക് വീടുകളിലേക്കും ഇത് കയറിക്കൊണ്ടേയിരിക്കണേന്. ഇത് എന്ന് പറഞ്ഞാൽ മാലിന്യ വെള്ളമായിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ വീടുകളിലെ കക്കൂസ് മറ്റുള്ള ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങി നടന്നാൽ പോലും കാലി ചൊറിച്ചിലാണ് നമുക്കിവിടെ. ഒരു മഴ പെയ്താൽ പോലും ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലാവുന്ന തരത്തിലാണ് ഈ നികർത്തൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന വെള്ളം ഇത് നികർത്തുന്നതോടുകൂടി അത് ഉൾക്കൊള്ളാതെ ഇവിടെ ഈ അടുത്ത പ്രദേശത്തുള്ള സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് നികർത്തൽ അവസാനിപ്പിക്കുന്നത് വരെ ഈ മണ്ണിട്ട് നികർത്തിയ സ്ഥലം മണ്ണ് മാന്തി എടുത്ത് കൊണ്ടുപോകുന്നത് വരെ ഞങ്ങൾ ഇതിന് എതിരെ സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമ നടപടികളുമൊക്കെയായി നാട്ടുകാർക്ക് നേതൃത്വം നൽകിയ വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ തുടക്കത്തിൽ ഈ മണ്ണ് നികത്തൽ എന്നെതിരെ പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടല്ല ലഭിച്ചതെന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ്? അല്ല, നമ്മളിപ്പോൾ അറിയാമല്ലോ, നമ്മളൊരു അതാത് വില്ലേജുകളിൽ സ്ഥലം നികത്തലോ നിലം നികത്തലോ നടന്ന തണ്ണീർത്തടം നികത്തലോ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറാണ് ബാക്കിയുള്ള അധികാരികൾക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. പോലീസ് അധികാരികൾക്ക് വരെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ പറയുന്നത് വില്ലേജ് ഓഫീസർക്ക് ഇതിൽ നടപടിയെടുക്കാൻ പറ്റില്ല, RDOയുടെ റിപ്പോർട്ട് കിട്ടണമെന്നും പറഞ്ഞ് കാലതാമസം, അതായത് നികത്തുന്നവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവർക്ക് സമയം കൊടുക്കാൻ വേണ്ടി ഒരു 5-10 ദിവസം RDOയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പുള്ളി അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് RDOയുടെ റിപ്പോർട്ട് തേടാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അതിന് പകരം RDOയുടെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിട്ട് ഇതിന് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ചില വില്ലേജിലെ ചില ഉപദേശക സമിതി അംഗങ്ങളും അതിന് ഒത്താശയാണ്. അതിലൊരാളുടെ നേതൃത്വത്തിലാണ് ഈ കച്ചറ അടിച്ച് നികത്തിയേക്കുന്നത്. കച്ചറയാണ്, അതായത് കെട്ടിടാവശിഷ്ടങ്ങളാണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. അത് എത്രയും ഏക്കർ കണക്കിന് തണ്ണീർത്തടം നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നിരന്തരമായിട്ട് ഒരു ചെറിയ മഴക്ക് പോലെ ഇവിടെ റോഡ് സൈഡിൽ പോലും വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഒരു 60 സെൻറ്റോളം നികത്തിയിട്ടുണ്ട്. ഈ 60 സെൻറ്റ് നികത്തിയതിൻ്റെ ദുരിതഫലം ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മഴ ശക്തമാവുന്ന സമയത്ത് ഇതിൻ്റെ ദുരിതം ഈ പരിസരവാസികൾക്കൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് നിങ്ങൾ ഇനി പറയുന്നത്? ഈ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാതെ പ്രതിഷേധം സമര പരിപാടികളിൽ നിന്ന് പിന്മാറില്ല എന്നാണോ? തീർച്ചയായും നമ്മളിപ്പോൾ RDOനെ നേരിട്ട് പോയി കണ്ട് സ്റ്റോപ്പ് മെമ്മോ വാങ്ങി സ്റ്റോപ്പ് മെമ്മോ ബന്ധപ്പെട്ട സ്ഥല ഉടമകൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്ക് പോലീസ് ഉദ്യോഗസ്ഥ സ്റ്റേഷൻ വരെ
വില്ലേജ് ഓഫീസർ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ കവിയേറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ടിട്ട് ഇത് ഈ പൂർവ്വസ്ഥിതിയിലാക്കുക. ഈ തണ്ണീർത്തടം എങ്ങനെയാണ് കിടന്നിരുന്നത് വെച്ചത് ആ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി ഇത് മണ്ണിട്ട് നികത്തിയ ഉടമസ്ഥരിൽ നിന്ന് അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി ഇത് അവരെ കൊണ്ട് തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട്. കളക്ടർക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ ഹൈക്കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ സ്ഥാപിക്കാനാണ് എന്തായാലും തീരുമാനം. വനം ഭൂമിയുടെ പ്രകൃതിയുടെ ശ്വാസകോശമാണെങ്കിൽ തണ്ണീർത്തടങ്ങൾ പ്രകൃതിയുടെ വൃക്കകളാണ് എന്നാണ് പറയുന്നത്. സ്ഥലത്തെ പ്രകൃതി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വ്യക്തിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി ഈ സമരസമിതിയോടൊപ്പം ചേർന്ന് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണോ ഈ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെയും തീരുമാനം? അല്ല, ഇത് പ്രതിഷേധിക്കേണ്ടതാണല്ല. കാരണം നമുക്കറിയാം ഇപ്പം തന്നെ നമ്മുടെ സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കണേ. അതിനെതിരെ ഇപ്പോൾ ഇവർ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ കറങ്ങാൻ പോകുന്നു. അതൊന്നും വേണ്ടി ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത് വിവരക്കേടാണോ അതല്ലെങ്കിൽ അറിവില്ലായ്മയാണോ എന്നറിയില്ല. ഇത് പൊക്കാളിപ്പാടമാണ്. പൊക്കാളിപ്പാടം പ്രത്യേക സോണാണ്. ഇത് യാതൊരു കാരണവശാലും നികത്താൻ പാടില്ലാത്തതാണ്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പൊക്കാളി കൃഷി എന്താണെന്ന് അറിയില്ല. അതല്ല എങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ ഇതിന് കൂട്ടു നിൽക്കുന്നു. കാരണം യാതൊരു വിധത്തിലുള്ള വളവും കീടനാശിനിയും ഇല്ലാതെ കൃഷി ചെയ്യുന്ന ഒരേ ഒരു സംഗതിയാണ് ഈ പൊക്കാളി കൃഷി എന്ന് പറയുന്നത്. സമരസമിതിയോടൊപ്പം ചേർന്ന് പരിസ്ഥിതി ഇതെന്ന് വെച്ചാൽ ഇത് ആരിതിന് മുന്നിട്ട് ഇറങ്ങുന്നു അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. കാരണം നമ്മുടെ അടുത്ത തലമുറ നമ്മൾ ഈ കുറേ പണം സമ്പാദിച്ചതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇറങ്ങേണ്ടത്. ഇപ്പോൾ ഈ പൊക്കാളിപ്പാടം നികത്താനായിട്ട് എന്തിൻ്റെ പേരിലാണ് ഇവർ അനുവാദം കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഇവർ കൊടുത്ത അനുവാദത്തിൻ്റെ ഇതിലിപ്പോൾ എനിക്ക് സംശയം വന്നതെന്ന് വെച്ചാൽ കൊച്ചിയുടെ വൻ വികസനം വരാൻ പോയതാണ് എടക്കൊച്ചി സ്റ്റേഡിയം. അതിന് ഭരണകക്ഷി തന്നെ സമരം ചെയ്ത് അവിടെ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തതാണ്. ആ ആളുകൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ 60 സെൻറ്റിന് വേണ്ടി ഇങ്ങനെ ഈ അനുകൂലമായ ഒരു നിലപാടെടുത്തതെന്നുള്ളത് മനസ്സിലാകണില്ല. മനസ്സിലായില്ലേ? ഇത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇരിക്കുള്ളൂ. സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്ക് വൻ വികസനം ഉണ്ടായാനേ. കൊച്ചിയിൽ ഒരു വീടിലെ കൊച്ചിക്ക് വൻ വികസനം ഉണ്ടാകുന്ന ആ ഒരു പ്രോജക്റ്റിനെ എതിർത്ത ആളുകൾ എന്തുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നു? നിയമ നടപടികളായിട്ട് തന്നെ പോകണം, അല്ലാതെ പറ്റൂല. കാരണം ഇവിടെ ഭരണകൂടങ്ങളിൽ നിന്ന് നമുക്ക് ഏതായാലും ഒരു മാന്യമായ ഇത് കിട്ടൂല. നിയമം അത് കോടതി കൊണ്ട് തന്നെ ഇത് നേടാൻ പറ്റുള്ളൂ. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ പരിസ്ഥിതി സംഘടനാ പ്രവർത്തകരുടെയും തീരുമാനം. ഈ പ്രദേശം ഇപ്പോൾ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന 60 സെന്റ് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണം. ഇവിടുത്തെ മണൽ നീക്കം ചെയ്യണം. ഈ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കുന്നിടം വരെ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ്. മിഥുൻ കൊച്ചിയിൽ നിന്നും നൽകുന്ന വിവരങ്ങൾ. പള്ളുരുത്തിയിലാണ് അനധികൃതമായ പാടം നികത്തൽ നടത്തുന്നത്. അത് പൊക്കാളി പാടമാണ്. അതിനെതിരെ പ്രദേശവാസികൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ സംരക്ഷണം ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.